പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഴയോട് എനിക്കിപ്പോൾ ഒരല്പം ഈർഷ്യ തോന്നി തുടങ്ങി. പുറത്തു നിന്ന് എടുക്കാൻ മറന്ന 2 ബിഗോണിയ കുഞ്ഞുങ്ങളെയാണ് മഴ കൊന്നൊടുക്കിയത്. വേണ്ടായിരുന്നു, ആരോട് പറയാൻ? വീണ്ടും വീണ്ടും പെയ്തിറങ്ങുന്ന ഈ മഴയോട് എന്നാലും എനിക്ക് പ്രണയം തന്നെ. മഴയിൽ കുതിർന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. വീട്ടുജോലികളെല്ലാം തിരക്ക് പിടിച്ച് ചെയ്തു തീർത്തു. ശേഷമുള്ള എൻ്റെ കുറച്ച് പണികളും അതുപോലെ തന്നെ ഡിഫൻബാച്ചിയ ചെടിയെക്കുറിച്ചുള്ള വിവരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് പോട്ടുകൾക്ക് പെയിൻ്റ് അടിച്ചിരുന്ന സമയത്ത് ഏത് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഒട്ടനവധി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ പേര് വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സഫയർ 7 എന്ന ഈ ഒരു പെയിൻ്റാണ് ഞാൻ എൻ്റെ പോട്ടുകൾക്ക് അടിക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു പെയിൻറ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് വേണം നമ്മുടെ പോട്ടുകൾക്ക് അടിച്ചു കൊടുക്കാൻ. വളരെ ലൂസ് ആവുന്ന രീതിയിലൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് പെയിൻറ് ഇളക്കി അടിക്കാനുള്ള ഒരു രീതിക്ക് മാത്രം ഒരല്പം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കെല്ലാ പോട്ടുകളിലേക്കും ഇത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. കയ്യിലും മറ്റുള്ള ഭാഗത്തും ആകുന്നതിന് വേണ്ടി നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്പം പണിയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ മുറ്റവും നമ്മുടെ വീടൊക്കെ മനോഹരമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ മേലനങ്ങി ജോലി ചെയ്തേ മതിയാവും. മൺപോട്ടുകളിലേക്കാളും വളരെ പെട്ടെന്ന് ഉടയുന്ന സ്വഭാവമാണ് സിമൻറ്റ് പോട്ടുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10-20 രൂപ ലാഭം നോക്കി മൺചട്ടികൾ ഒഴിവാക്കി മറ്റുള്ള ചട്ടികൾ വാങ്ങുന്ന സമയത്ത് അത് പിന്നീട് നമുക്കൊരു വലിയ നഷ്ടം തന്നെ വരുത്തി വെക്കുന്നുണ്ട്. മൺചട്ടിയിൽ ചെടികൾ നടുമ്പോൾ തന്നെ ആ ഒരു ഗാർഡന് ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. പ്ലാസ്റ്റിക്കോ മറ്റുള്ള ചട്ടികളോ 20 എണ്ണം വാങ്ങുന്നിടത്ത് നമുക്കൊരു 10 മൺചട്ടി വാങ്ങി ബാക്കിയുള്ള ചെടികൾ മണ്ണിൽ നട്ടുപിടിപ്പിച്ചാലും മൺചട്ടികളിൽ വെക്കുന്നതിൻ്റെ ഭംഗിയോളം മറ്റുള്ള ചട്ടികൾ വെക്കുന്ന ചെടികൾക്ക് ഉണ്ടാവുകയില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അങ്ങനെ നമ്മൾ പോട്ടൊക്കെ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കിയൊക്കെ വെക്കുന്ന പോട്ടുകളിൽ നമ്മൾ ഏത് തരം ചെടികൾ നട്ടാലും അതിനൊരു ഭംഗി വേറെ തന്നെ ഉണ്ട്. മഴക്കാലത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മഴ കൊള്ളുന്ന ഭാഗത്തേക്ക് പോട്ടുകൾ വെക്കാൻ പാടുള്ളൂ. പെയിൻറ് നന്നായി ഉണങ്ങിയ ശേഷം നമ്മൾ മഴയത്ത് വെച്ചാലും ഈ ഒരു പെയിൻറ് ഇളകി പോകുന്ന ഒരു പെയിൻ്റ് അല്ല. ഇന്നത്തെ പോട്ട് പെയിൻറ്റിങ്ങും പോട്ടിൻ്റെ വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഫൻബാച്ചിയ ചെടിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഡിഫൻബാച്ചിയ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് ഡിഫൻബാച്ചിയ. ഈ ഒരു വർഗത്തിൽ ഒട്ടനവധി കളക്ഷൻ ലഭ്യമാണ്. ഡിഫൻബാച്ചിയ നമുക്ക് നടുന്ന സമയത്ത് മണ്ണും കമ്പോസ്റ്റും മണലും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് നട്ടുകൊടുക്കാം. കൂടുതൽ കെയറിങ് ഒന്നും വേണ്ടാതെ തന്നെ വളരുന്ന ഒരു ചെടിയാണ് ഡിഫൻബാച്ചിയ. കൂടുതൽ അല്ലെങ്കിൽ പോലും ചെറിയ സൂര്യപ്രകാശമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യ രീതിയിലുള്ള നനയും ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഒരു ചെടി നമ്മൾ ഇൻഡോറായി വളർത്തുകയാണെങ്കിൽ മുറികളിലൊക്കെ ഈർപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെടി സഹായിക്കുന്നുണ്ട്. വായുവിലെ പൊടിയുടെ ഒക്കെ അളവൊക്കെ കുറക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ ദോഷകരമായ ബാക്ടീരിയകളുടെ എണ്ണം കുറക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു ചെടിയുടെ ദോഷവശങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു ചെടിക്ക് പോസിറ്റീവ് വശത്തിനേക്കാളും കൂടുതൽ നെഗറ്റീവ് വശങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ വീടിൻ്റെ അകത്ത് ഈ ഒരു ചെടി വളർത്താൻ ഒരുപാട് ഭയപ്പെടുന്ന ഒരു ചെടി കൂടിയാണ്. കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ നമ്മൾ ഈ ചെടിയെ കുറച്ച് ഹൈറ്റുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇലകളൊക്കെ കുഞ്ഞുങ്ങൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരെ കയ്യിലൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ വളർത്തു പൂച്ചകൾ അതുപോലെ വളർത്തു നായ്ക്കളൊക്കെ നമ്മുടെ ഡിഫൻബാച്ചിയുടെ ഇല കടിച്ച് തിന്നാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക.
അതൊക്കെ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചെടിയാണ് ഡിഫൻബാച്ചിയ. ഈ ചെടിയിൽ വിഷാംശം അടങ്ങിയ കാരണം കൊണ്ട് തന്നെ നമ്മളെപ്പോഴും വളരെയേറെ ശ്രദ്ധ കൊടുത്തു വേണം ഇതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ. ഈ ഒരു ചെടി നമ്മൾ തണ്ട് മുറിച്ച് പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കയ്യുറ ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. അഥവാ മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജ്യൂസ് കയ്യിലായാൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കി കഴുകി മാറ്റുക. ഏകദേശം നമ്മുടെ അഗ്ലോണിമ ചെടിയുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വളർത്തലും പ്രൊപ്പഗേറ്റ് ചെയ്യലും എല്ലാ കാര്യങ്ങളും. നല്ല ഭംഗിയുള്ള ഒട്ടനവധി വെറൈറ്റികളാണ് ഇതിലുള്ളത്. ഇതതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഞാൻ ഈ ചെടിയെ ഇൻഡോറായിട്ടാണ് വെച്ചിട്ടുള്ളത്. കുട്ടികൾ കൈയെത്തുന്ന ഭാഗത്ത് തന്നെയാണ്. എന്നിരുന്നാലും വളരെ ശ്രദ്ധയോടെ പരിചരിക്കുന്നത് കാരണം ഇതുവരെ അപകടങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇലകളൊന്നും പിച്ചി കളിക്കുന്ന സ്വഭാവക്കാരല്ലാത്തതുകൊണ്ട് വളരെ കൂളായിട്ട് തന്നെ ഇത് വരാന്തയിലാണ് ഇരിക്കുന്നത്. തൈകൾ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിനെ പിരിച്ചു വെച്ച് തൈകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ്, തണ്ടുകൾ നമ്മൾ റൗണ്ട് ഷേപ്പായിട്ട് 1 ഇഞ്ച് കനത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്ത് അതിൽ ഇതുപോലെ ചെരിച്ച് കിടത്തി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. തൈകൾ പിരിച്ചും തണ്ട് കിടത്തിയും അല്ലാതെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ മറ്റൊരു രീതി കൂടിയുണ്ട്. തണ്ടുകൾ നമുക്ക് വെള്ളത്തിലിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. മുറിച്ചെടുത്ത തണ്ടുകൾ മുഴുവനായിട്ട് മൂടാതെ 1/4 ഭാഗം മാത്രം വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ നമ്മൾ തണ്ടുകൾ ഇട്ട് കൊടുത്ത് നമുക്കതിനെ തൈകളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. പല ചെടികൾക്കും പല ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാ ചെടികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് ചെടിയെയും വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഡിഫൻബാച്ചിയ ചെടികൾ പ്രായമാവുന്തോറും വളർന്ന് മുകളിലേക്ക് തണ്ട് മാത്രമായി ഇലകൾ മുകളിൽ മാത്രമാകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് അടിഭാഗത്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഒട്ടനവധി മുളകൾ പൊട്ടി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് മുറിച്ച് മാറ്റിയ തണ്ടുകൾ റൗണ്ടായിട്ട് അരിഞ്ഞ് മുൻപ് പറഞ്ഞ രീതിയിൽ നമുക്ക് ഒട്ടനവധി തൈ ഉണ്ടാക്കി മാറ്റാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഡിഫൻബാച്ചിയ. ഡിഫൻബാച്ചിയ ചെടികൾക്ക് വിപണിയിൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ചെടി തന്നെയാണ്. ഇത്രയും നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാവരും ഈ ഒരു ചെടിയെ വളർത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. എന്തായാലും അത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും എല്ലാ ചെടികളെയും ഇഷ്ടപ്പെടണം. അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് ഭംഗിയോടെ സൂക്ഷിക്കുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ കൂട്ടത്തിലും നല്ലതും ചീത്തയുമായ ഒട്ടനവധി ആളുകളുണ്ടാവും. നെഗറ്റീവ് തോട്ട്സ് മാത്രമുള്ള ആളുകളും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകളുമുണ്ട്. എന്ന് വെച്ച് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകളെ പുറത്ത് കളയാതെ തന്നെ അവരെ നന്നാക്കി എടുക്കാനും അവരിലെ ചീത്ത സ്വഭാവം മാറ്റി നന്നാക്കി എടുക്കാനുമാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഡിഫൻബാച്ചിയ ചെടികളെ നിങ്ങളാരും ഗാർഡനിൽ നിന്നും ഒഴിവാക്കാതെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ഡിഫൻബാച്ചിയ ചെടിയെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും പുതിയ വീഡിയോസുമായി വരാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സന്തോഷവും കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.